കാലത്തിന്റെ കൊടുംനീക്കലല്ലെങ്കിൽ മറ്റെന്താണ്? പോയ 16 വർഷത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം നിറയ്ക്കാതെ പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞത്. പക്ഷേ ഈ പോയ 8-9 ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞതാണ്. കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ? ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്ന ഒരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ. വാപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റയ്ക്കായവനാണ്. അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ, മുഖത്തൊക്കെ മുറിവോടെ ഇരിക്കുന്നു 3ാം ക്ലാസ്സിലെ അവന്തിക. അസംഖ്യം അനാഥത്വങ്ങൾ. മേപ്പാടി പള്ളിക്കാട്ടിൽ വെള്ളിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കവറുകൾ, ഇനിയും തീരാത്ത ഉദകക്രിയകൾ, ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ, കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുള്ളിൽ പൂണ്ടുപുതഞ്ഞു കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്ര കുരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ്. പ്രിയപ്പെട്ടവർ